ഈ പറഞ്ഞ തൃശ്ശൂർ പോലെ തന്നെ ഇടതുപക്ഷത്തിന് ഏറെ സ്വാധീനമുള്ള ഒരു ജില്ല തന്നെയാണ് പാലക്കാട്. സംശയമില്ല, പാലക്കാട് മണ്ഡലം ഒഴിച്ചാൽ മറ്റു മണ്ഡലങ്ങളിലൊക്കെ അതിശക്തമായ സാന്നിധ്യം ഇടതുപക്ഷത്തിനുണ്ട്. പാലക്കാടും മണ്ണാർക്കാടും ലീഗിന്റെ സീറ്റാണ്. ഇത്തവണ സ്വാഭാവികമായിട്ടും പാലക്കാടും മണ്ണാർക്കാടും UDF പ്രതീക്ഷിക്കുന്ന മണ്ഡലം തന്നെ. UDF ഉറപ്പിച്ച മണ്ഡലങ്ങൾ മണ്ണാർക്കാട്, പാലക്കാട്, തൃത്താല, ചിറ്റൂർ ജയിക്കുന്ന ഉറപ്പായിട്ട് ജയിക്കുന്ന മണ്ഡലമാണ്. മണ്ണാർക്കാട്, പാലക്കാട്, തൃത്താല, ചിറ്റൂർ. തൃത്താലയിൽ നമുക്കറിയാം MP രാജേഷുമായാണ് VT ബലറാമിന്റെ പോരാട്ടം. കൈതവണ വലിയ ഭൂരിപക്ഷം MP രാജേഷിന്റെ കൈതവണ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ 3016 വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ MP രാജേഷ് ജയിക്കാൻ സാധിച്ചത്. ഒരു കോട്ട ഇടതുപക്ഷ പല പ്രധാനപ്പെട്ട ജില്ലയായിട്ട് പോലും അവിടെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അത് ഇത്തവണ UDF പ്രതീക്ഷിക്കുന്നു. അതുതന്നെയാണ് മണ്ണാർക്കാടും പാലക്കാടും തൃത്താലയും ചിറ്റൂരും UDF ഉറപ്പിച്ചിരിക്കുന്നത്. മറുവശത്താകട്ടെ ഷൊർണൂർ, കോങ്ങാട്, മലമ്പുഴ, തരൂർ, നെന്മാറ, ആലത്തൂർ എന്നീ 6 മണ്ഡലങ്ങൾ ഏതു സാഹചര്യത്തിലും LDF-നൊപ്പം ഉണ്ടാകും എന്ന് അവർ വിശ്വസിക്കുന്നു. BJPക്ക് പാലക്കാട് ഒരു നേരിയ പ്രതീക്ഷയുണ്ട്, സംശയമില്ല. പാലക്കാട് ഏതാണ്ട് ഇതുപോലെ തന്നെയായിരിക്കും വരാൻ സാധ്യത. UDF-ന് മണ്ണാർക്കാടും തൃത്താലയും ചിറ്റൂരും എന്തായാലും കിട്ടും. പാലക്കാട് BJP-യുമായിട്ട് ടൈറ്റ് ഫൈറ്റ് ഉണ്ട്, പക്ഷേ എന്നാലും UDF പക്ഷത്തേക്ക് നീങ്ങാനാണ് സാധ്യത കൂടുതലുള്ളത്. അങ്ങനെ മണ്ണാർക്കാട്, പാലക്കാട്, തൃത്താല, ചിറ്റൂര്, പിന്നെ ഷൊർണൂരും കൊങ്ങാടും മലമ്പുഴയും തരൂരും നെന്മാറയും ആലത്തൂരും അത് LDF ഉറപ്പിക്കുന്നത് പോലെ തന്നെ അത് LDF പക്ഷത്ത് ആയിരിക്കും. പിന്നെ ഇതിനകത്ത് വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം ഒറ്റപ്പാലമാണ്. അവിടെ PK ശശി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അവിടെ ഒറ്റപ്പാലത്ത് 50-50 ചാൻസ് എന്ന് പറയേണ്ടി വരും. കിരൺ, ഇപ്പം തൃശ്ശൂർ പോലെ തന്നെയാണ് പാലക്കാട് LDF-ന് വ്യക്തമായ മേൽക്കൈ LDF പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയൊരു തരംഗമൊന്നും ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും അവിടെ LDF-ന് തന്നെയായിരിക്കും മേൽക്കൈ ഉണ്ടാകുന്ന സംശയമില്ല. ഇതിനകത്ത് UDF-നൊപ്പം ഒന്നുകൂടി നമുക്ക് BJP ഉറപ്പിച്ചതെന്ന് പറയുമ്പോൾ പോലും പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് അവിടെ പിഷാരടി മത്സരത്തിനെത്തിയതോടുകൂടി ഏതെങ്കിലും തരത്തിൽ പാലക്കാട് UDF അങ്ങനെ ഏതെങ്കിലും കോൺഗ്രസ് അങ്ങനെ ഒരു ആശങ്ക അവർ പെടുന്നില്ല. അവർ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. അവിടെ ശോഭാ സുരേന്ദ്രനെ മറികടന്നുകൊണ്ട് അവിടെ എത്താൻ കഴിയും. 3-ാം സ്ഥാനത്തേക്ക് NMR റസാഖ് അങ്ങനെ കാര്യമായ വോട്ട് ഒന്നും UDF വോട്ടിൽ കാര്യമായ ചോർത്തലൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അവരുടെ കണക്കൂട്ടൽ. ഇടതുമുന്നണിയുടെ ഏറെക്കുറെ കണക്കൂട്ടലുകളും ആ മട്ടിൽ തന്നെയാണ്. മറ്റ് മണ്ഡലങ്ങളിൽ ഈ വിമതർ മത്സരിക്കുന്ന PK ശശിയൊക്കെ മത്സരിക്കുന്നത് കൊണ്ടുള്ള പ്രാധാന്യം എന്നതിനപ്പുറത്തേക്ക് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കേരളം കാണുന്നത് ഈ പാലക്കാടും അതോടൊപ്പം തന്നെ തൃത്താലയുമായിരിക്കും. MP രാജേഷും VT ബലറാമും മത്സരിക്കുന്നു. ഇത്തവണ കോൺഗ്രസ് ഉറപ്പിച്ച് പറയുന്നു VT ബലറാം മണ്ഡലം തിരിച്ചുപിടിക്കും. കാരണം അത് ഒരു UDF മണ്ഡലമാണ്, കോൺഗ്രസ് മണ്ഡലമാണ്. കഴിഞ്ഞ തവണ അത് MP രാജേഷ് പാലക്കാട് പരാജയപ്പെട്ടപ്പോൾ ഒരു ജയസാധ്യതയില്ലാത്തൊരു മണ്ഡലത്തിൽ നിങ്ങൾ മത്സരിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുത്തതാണ്. പക്ഷേ പാലക്കാട് MP രാജേഷ് തൃത്താല പോയി നിന്ന് ആ തൃത്താല തിരിച്ചു പിടിച്ചതാണ്, ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവന്നതാണ്. പക്ഷേ അത് ഇത്തവണ വീണ്ടും VT ബലറാം തിരിച്ചു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അപ്പോഴും ഇടതുമുന്നണി ഒരു കാരണവശാലും അവരുടെ പ്രതീക്ഷ പിൻവലിച്ചിട്ടില്ല. ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിൽ പോലും MP രാജേഷ് അവസാന നിമിഷം അദ്ദേഹം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കൊണ്ട് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനപ്പുറം ജില്ലയുടെ ആകെ ഒരു സ്ഥിതിയിൽ ഏതെങ്കിലും തരത്തിലൊരു മാറ്റം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഞങ്ങൾ തൃശ്ശൂർ പോലെ തന്നെ ഇടതുപക്ഷത്തെ ഒരു തരംഗമുണ്ടായാലും പിടിച്ചു നിർത്താവുന്ന ജില്ല പാലക്കാട് തന്നെയാണ്. പരമാവധി ഒരു 3 സീറ്റിൻ്റെ നഷ്ടം, അതിനപ്പുറേക്കൊന്നും പോലുള്ള സാഹചര്യം നമുക്ക് അവിടെ കാണാനില്ല. തീർച്ചയായും അതാണ് പാലക്കാട് ജില്ലയിലെ സാഹചര്യം. നമുക്ക് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.